ഗൈസ് ഞാൻ മൊട്ടയടിക്കാൻ പോവാണ്. അപ്പോൾ മൊട്ടയടിക്കുന്നതിന്റെ ഇംഗ്ലീഷ് എന്താ? അത് ഞാൻ ലാസ്റ്റ് പറയാം, ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതിനു മുമ്പ് ഇപ്പോൾ എനിക്കൊരു കോൾ വന്നു, ഷെഫീൽ നീ എന്താ ചെയ്യുന്നത്? ഞാൻ പറയും ഞാൻ മുടി മുറിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പറയാം? ഐ എം കട്ടിങ് മൈ ഹെയർ. അങ്ങനെ ഒരിക്കലും പറയരുത് കേട്ടോ. ഐ എം കട്ടിങ് മൈ ഹെയർ അല്ല, ഐ എം ഹാവിങ് മൈ ഹെയർ കട്ട് എന്ന് പറയാം. ഐ എം ഹാവിങ് മൈ ഹെയർ കട്ട്. ഐ ആം ഹാവിങ് മൈ ഹെയർ കട്ട്. ഓക്കെ. അതേപോലെ ഇപ്പോൾ ഞാൻ നാളെ മുടി മുറിക്കും, അതെങ്ങനെ പറയാം? ഐ വിൽ കട്ട് മൈ ഹെയർ ടുമോറോ. അങ്ങനെ ഒരിക്കലും പറയരുത്. ഐ വിൽ ഹാവ് എ ഹെയർ കട്ട് ടുമോറോ. ഐ വിൽ ഹാവ് എ ഹെയർ കട്ട് ടുമോറോ. അങ്ങനെയാണ് പറയേണ്ടത്. അതുപോലെ നമ്മൾ ഈ കൃതാവിന്റെ ഇംഗ്ലീഷ് എന്താ? കൃതാവിന് രണ്ട് രീതി പറയാം. കൃതാവിന് യെസ്, അടിപൊളി, കണ്ടോ? വിസ്കേഴ്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, വിസ്കേഴ്സ്. അതിന്റെ പൂച്ചമീശക്കും വിസ്കേഴ്സ് എന്ന് പറയാറുണ്ട്. കൃതാവിനും വിസ്കേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് സൈഡ് ബേൺസ് എന്ന് പറയാം. പിന്നെ താടിക്ക് നിങ്ങൾക്കറിയാം ബിയേർഡ്, മീശക്ക് മസ്റ്റാഷ്. ഓക്കെ. ഇനി ഇപ്പോൾ അധികം ചെറുതാക്കേണ്ടത് എങ്ങനെ പറയാം? ഡോൺ ഷോർട്ടൺ ഇറ്റ് മച്ച്. അങ്ങനെ പറയാം, ഡോൺ ഷോർട്ടൺ ഇറ്റ് മച്ച്, അല്ലെങ്കിൽ ഡോൺ കട്ട് ഇറ്റ് ഷോർട്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മൊട്ടയടിക്കണം എങ്ങനെ പറയാം? അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഐ വാണ്ട് ടു ഗോ ബാൾഡ്. അങ്ങനെ പറയാം, ഐ വാണ്ട് ടു ഗോ ബാൾഡ്. അങ്ങനെയാണ് പറയാം, എനിക്ക് മൊട്ടയടിക്കണം. പറയേണ്ട ഇംഗ്ലീഷ് പറഞ്ഞു തന്നെ പഠിക്കാം ഇംഗ്ലീഷ് ഹൗസിനൊപ്പം. ലൈവ് ആൻഡ് ഇന്ററാക്ടീവ് സെഷൻസ്, ഫ്രണ്ട്ലി പേഴ്സണൽ മെന്റേഴ്സ്, 24 hours അവൈലബിലിറ്റി, ഡെയിലി സ്പീക്കിംഗ് പ്രാക്ടീസ് തുടങ്ങിയ ഫീച്ചേഴ്സിലൂടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ജോയിൻ നൗ.